പ്രതിഫലനമുണ്ട് എന്നതിൻ്റെ സുതാര്യമായ ജാലകമാണ് നാം കാണുന്നത്. മെസഞ്ചർ സന്ദേശവാഹകനാണ്. റസൂൽ എന്ന് അറബിയിൽ നമ്മൾ പറയുന്നു. മെസഞ്ചർ ഒരു ദൂതനാണ്, സന്ദേശം എത്തിക്കുന്നവൻ. ഇതിന് മതപരമായി അനേകം അർത്ഥങ്ങളുണ്ട്. മെസഞ്ചർ, the person who conveys the message from God to human. ദൈവത്തിൽ നിന്നുള്ള സന്ദേശം മനുഷ്യനിൽ എത്തിക്കുന്നവനാണ് ദൂതൻ. ദൈവത്തിന്റെ മുഖ്യ സന്ദേശം അത് എത്തിച്ചു കൊടുക്കുന്ന മെസഞ്ചർ ഓഫ് ഗോഡ്. നമ്മൾ ആ ഒരു ഓർമ്മയിലായിരിക്കാം. ഫേസ്ബുക്ക് എന്ന മാധ്യമം ഉണ്ടാക്കിയപ്പോൾ അതിന് പേര് കൊടുത്തത് മെസഞ്ചർ എന്നാണ്. മെസഞ്ചർ വഴിയാണ് നമ്മൾ മെസ്സേജുകൾ അയക്കുന്നത്. The messenger is not the source of message, but he is the only carrier of the message. മെസ്സേജിന്റെ ഉറവിടം മെസഞ്ചർ അല്ല. മെസഞ്ചർ ഒരു കാരിയർ, ഒരു വാഹകൻ മാത്രമാണ്. ഇത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് 21ാമത്തെ ദിവസമാണ് നോമ്പിൻ്റെത്. മുസൽമാനെ സംബന്ധിച്ച് 17ാമത്തെ ദിവസവും. ഞങ്ങളുടെ നോമ്പ് ആരംഭിച്ചതിന്റെ ഒരു 3ാമത്തെ ദിവസം, 4ാമത്തെ ദിവസമാണ്. ഞാൻ നിറയെ മുസ്ലിങ്ങൾ താമസിക്കുന്നതിന്റെ നടുക്ക് ഒറ്റ മൂടായ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ അച്ഛനുമാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. എന്താണ് ഈ മെസഞ്ചർ എന്ന പദത്തിന്റെ അർത്ഥം? ഈ പ്ലൂറലിസ്റ്റിക് ബഹുമതവിശ്വാസങ്ങളുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് നൽകുന്ന സൂചന ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. എ മെസഞ്ചർ ഈസ് ചോസൻ ബൈ ഗോഡ്. ഒരു മെസഞ്ചർ എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ മെസഞ്ചർ എന്ന് പറയുന്ന ഈ മനോഹരമായ സംഘടന ഉണ്ടാക്കിയപ്പോൾ അവരുടെ ഉള്ളിൽ അങ്കുരിച്ചത് ദൈവികമായ ഇടപെടലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് they have been chosen. അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നന്മ ചെയ്യുവാൻ. A true messenger serves the God's purpose, not his personal ambition. ഇവിടെ നിർവഹിക്കപ്പെടുന്ന ഈ മനോഹരമായ ഇഫ്താർ വിരുന്നിൽ അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ അനേക കാര്യം അവരുടെ വ്യക്തിപരമായ കാര്യമല്ല. അവരൊരു ദൈവികമായ ഉദ്ദേശത്തിന് വേണ്ടി കൈകോർത്തവരാണ്. ഇസ്ലാമിക് ആൻഡ് ക്രിസ്ത്യൻ ടീച്ചിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് ഡെലിവർ അല്ലാഹ്സ് മെസ്സേജ് ടു ഹ്യൂമാനിറ്റി. അല്ലാഹ് എന്നത് അറബിക് പദവും ഏലോഹിം യാവേ എന്ന് പറയുന്ന പദം അത് എബ്രായ പദവുമാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. രണ്ടുപേരും ഒരാൾ തന്നെയാണ്. ക്രിസ്ത്യാനി ആരാധിക്കുന്നതും മുസ്ലിം ആരാധിക്കുന്നതും ഒരേ ദൈവത്തെ തന്നെയാണ്. അല്ലാഹ്, എലോഹിം, യാവേ എന്ന് പറയുന്ന ദൈവം. അതിൽ 2 മെസഞ്ചർ മാത്രമേ ഉള്ളൂ. ഒന്ന് നബിയാണ്. നബി ഈസ് പ്രോഫറ്റ്, പ്രവാചകനാണ്. One who receives the revelation of Allah. ദൈവത്തിന്റെ അല്ലാഹുവിന്റെ വെളിപ്പാട് ലഭിച്ചവൻ. രണ്ടാമത്തെ ആൾ മെസഞ്ചർ ആണ്, റസൂൽ. One who sent for the specific purpose, for the scriptural purpose. അതിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ചെറിയ പ്രവാചകന്മാരെന്നാണ്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. എന്നാൽ എന്റെ പ്രിയ സുഹൃത്താണ്, എനിക്ക് ഈ മെസഞ്ചർ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തമായ സംഘാടകനായ പ്രിയ ബദറുദ്ദീൻ സാറാണ്. ഞാൻ ഈ മുസ്ലിങ്ങളുടെ നടുക്കാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് എനിക്കൊരു ഖുർആൻ തന്നത്, അതിന്റെ മലയാളം വേർഷൻ സംഗീതം. അത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നത് റസൂൽ എന്ന പദം, മെസഞ്ചർ, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈ മെസഞ്ചർ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും കൂടിയാണ് ഈ മെസഞ്ചർ എന്ന് പറയുന്ന ഈ സംഘടന. നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്.
രണ്ടാമത്, മെസ്സഞ്ചർ ക്യാരീസ് ദ ഗോഡ്സ് വേർഡ് ഫെയ്ത്ത്ഫുള്ളി. ദൈവം നമ്മോട് എല്ലാവരോടും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമേ, ഒരു മെസ്സഞ്ചർ ആയിരിക്കുന്നവൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എങ്ങനെ വിശ്വസ്തനായിരിക്കണം? ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. മനുഷ്യരോട് വിശ്വസ്തനാകണമെന്ന് പറഞ്ഞില്ല, പകരം നീ ദൈവത്തോട് മാത്രം മനുഷ്യൻ എന്ത് നന്മ ചെയ്താലും പിറ്റേ ദിവസം നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ ആയിരക്കണക്കിന് കാണും. പക്ഷേ യു മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് ഗോഡ്. ദൈവത്തോട് മാത്രം വിശ്വസ്തനായിരിക്കുക. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ഓഫ് എ മെസ്സഞ്ചർ. ഒരു മെസ്സഞ്ചറിന് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രാഥമിക ഗുണം അവൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്, മെസ്സഞ്ചർ എന്ന് പറയുന്ന ആൾ ഒരു പർപ്പസ് ഉള്ള ആളാണ്. The messenger prepares heart of God. ദൈവത്തിന്റെ മനസ്സ് നിർമ്മിക്കുന്ന ആളാണ് മെസ്സഞ്ചർ. That means a true messenger leads people to closer to God. ദൈവത്തോട് അവരെ അടുപ്പിക്കുന്നതാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ ഒറ്റ വാചകം. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മെസ്സഞ്ചർ ആകാൻ. മെസ്സഞ്ചർ ഓൾവേസ് എ മെസ്സേജ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.